ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ഞാൻ മൈൻഡ് സെമിനാരി പഠിക്കുമ്പോൾ കേട്ട പ്രസംഗമാണ്. ഒരു വിഭൂതി ബുധനാഴ്ച ഞങ്ങളുടെ അന്നത്തെ വൈസ് ഡയറക്ടറായിരുന്ന ബെന്നി കരിങ്ങാട്ടച്ചൻ പറഞ്ഞൊരു പ്രസംഗമാണ്. എനിക്കിപ്പോഴും അത് ഓർമ്മയിലുണ്ട്. ഞാൻ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ അത് ശ്രമിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് അന്ന് ഇലക്ഷൻ കമ്മീഷനായിരുന്ന TN ശേഷനെ കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് പോളിസിയുള്ള മനുഷ്യനാണ്, നമുക്കറിയാം. അദ്ദേഹത്തിന് ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം കുറേ കോഫി കുടിക്കും. ഓരോ മണിക്കൂർ ഇങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരിക്കും മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യന് ഒരു ദിവസം തോന്നി, ഈ കോഫി കിട്ടിയില്ലെങ്കിൽ പുള്ളി അപ്സെറ്റ് ആവും, പുള്ളി ദേഷ്യപ്പെടും. അപ്പോൾ പുള്ളിക്ക് ഒരു ദിവസം തോന്നി, ഈ ശീലം എന്നെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ലൈഫിന് ഈ ശീലം ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ കരുതി കോഫി നിയന്ത്രിക്കണം. അങ്ങനെ ആ മനുഷ്യൻ സമയമെടുത്ത് കോഫി വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് ആ മനുഷ്യൻ മാറി എന്ന് പറയാം. എന്നിട്ട് ബെന്നീച്ചൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണത്തോട് മാത്രം നമ്മൾ പറയുന്ന നോയല്ല, നമ്മുടെ ജീവിതത്തിൽ പല തെറ്റായ ശീലങ്ങളോടും നമ്മൾ പറയുന്നൊരു നോയാണ്. നമുക്ക് അങ്ങനെ ഒരു കാര്യം കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും ഈ പ്രണയത്തിൻ്റെ നോയമ്പിൻ്റെ കാലം എന്ന് പറയുന്നത് നമ്മളെങ്ങനെ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യേണ്ട ഒരു കാലമാണ്. ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു വിപുലമായ മീനിങ്ങിൽ നമ്മൾ കാണണം. ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഫാസ്റ്റ് ചെയ്യണ ആളൊന്നുമല്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഫാസ്റ്റ് ചെയ്യും. കാരണം അതിന് നമുക്കൊരു റീസൺ ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഈ ശരീരവും മനസ്സും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പം നമ്മുടെ ശരീരത്തിന് കുറേ നീഡ്സ് ഉണ്ട്. പക്ഷെ മനസ്സ് ശരീരത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. സോ വി ഷുഡ് ഹാവ് സം സബ്ലൈം റീസൺസ് ടു ടേക്ക് ഫാസ്റ്റ്. അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മളുടെ ലിറ്റേർജിയുടെ ഭാഗമാണ്, നമ്മുടെ സീസണിൻ്റെ ഭാഗമാണ്, സഭ നൽകുന്ന കൽപ്പനയാണ്, അതുകൊണ്ട് ഞാൻ ഉപവസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അതിനേക്കാളും മുകളിൽ നമ്മൾ ചില റീസൺസ് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് കരുതട്ടെ. മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് ഓർക്കില്ല. അപ്പോൾ അവിടെ വിശപ്പല്ല, അവിടെ നമുക്കുണ്ടാകുന്ന വിരഹമാണ്. അതൊരു ഫാസ്റ്റിംഗ് ആണ് ശരിക്കും പറയാം. കാരണം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോലും അതിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല. കാരണം അതിനേക്കാളും വലിയൊരു ദുഃഖത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഒരു കാര്യം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ കാര്യം പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ രാപ്പകലില്ലാതെ, ഉറക്കമില്ലാതെ, ഭക്ഷണമില്ലാതെ ആ മനുഷ്യനെല്ലാം വർക്ക് ചെയ്യും. അവിടെ അയാൾക്ക് വിശപ്പുണ്ടാവില്ല. അവിടെ അയാൾക്കുള്ളത് എന്താണ്? ആവേശമാണ്, ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇതിങ്ങനെ പുറത്ത് കൊണ്ടുവരാൻ, ഒരു പുതിയ സാധനം പുറത്ത് കൊണ്ടുവരാനുള്ള ആവേശമാണ് നമ്മളവിടെ കാണുന്നത്. അതൊരു തരത്തിലൊരു ഫാസ്റ്റിംഗ് അല്ലേ? ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരുടെ ജീവിതം വെള്ളത്തിലാകുന്ന, നഷ്ടപ്പെടാൻ പോകുന്ന ഒരു വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടി ചില ആൾക്കാർ അവിടെ ഇപ്പോഴും നിരാഹാരം ഇരിക്കുന്നുണ്ട്. അവർക്ക് അത് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്കത് ശരിക്കും പറഞ്ഞ സമരമാണ്. അതവർക്ക് ഒരു സമരമാണ്. അവർ ഒരു വലിയൊരു ഉദാത്തമായ കാരണത്തിന് വേണ്ടി അവർ നടത്തുന്ന സമരമാണ്. അതാണ് ഈ ഫാസ്റ്റിങ്ങിന് നമ്മൾ അങ്ങനെ ചില റീസൺസ് കണ്ടുപിടിക്കണം. ഈശോ പറയുന്നുണ്ടല്ലോ, ദർ ഇസ് എ റൈറ്റ് ടൈം ഫോർ ഫാസ്റ്റിംഗ് എന്ന് പറയാം. ഇപ്പോൾ ഹണിമൂൺ ടൈമാണ്, പിന്നെ ശിഷ്യന്മാരെന്തിനാണ് ഫാസ്റ്റ് എന്ന് ഈശോ ചോദിക്കണേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ റൈറ്റ് ടൈം ഫോർ ഫാസ്റ്റിംഗ് നമ്മൾ കണ്ടുപിടിക്കണം. ഏതെങ്കിലും നിയമത്തിൻ്റെ ഭാഗമായിട്ടല്ല നമ്മൾ ഫാസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചിന്തിക്കുക, കൃത്യമായ ഒരു റീസൺ മനസ്സിന്, ശരീരത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുണ്ടാവണം. ഗുഡ് ഡേ.